വിളിക്കടോ. ഹലോ ഹലോ മനീഷേ, ഞാൻ ക്ലീറ്റസ് ആണ്. സോറി, മനസ്സിലായില്ല കേട്ടോ. നമ്മൾ കോഫി ഷോപ്പിൽ വെച്ച് പറയട്ടെ, എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിന് താഴെയുണ്ട്. ഈ വഴി പോയപ്പോൾ അങ്ങനെ വിളിക്കാന്ന് വെച്ച് വിളിച്ചതാ. എന്നാ വാ, കയറിയിട്ട് പോവാം. ശരി. ഫ്ലാറ്റ് നമ്പർ 5B. വാ വാ. ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ്. കൊള്ളാം. ഓ ചേട്ടാ, ഒരു ഇരിക്ക്. വീക്കെൻഡ് അല്ലേ, അതിൻ്റെ ചെറിയൊരു ആഘോഷമാണ്. ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ. സാധനം ഞങ്ങളുടെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവും ബാക്കി സംസാരം. മനീഷ ഇവിടെ ഒറ്റയ്ക്കാണോ? ഓ, ഒറ്റയ്ക്കാണ്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ? അല്ല, നിങ്ങളെന്താ ആകെ ഓഫായിട്ടിരിക്കുന്നത്? ഏയ് എന്നാ ഇരിക്കവിടെ, ഒന്ന് ഉഷാറാവ്. ഇരിക്കിരിക്കിരിക്കുക. വാ, ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ. സോഡയില്ല ചേട്ടന്മാരെ, വെള്ളം കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. മനുഷ്യ കഴിക്കുന്നില്ലേ? ഞാനിത് തീർത്ത് കഴിഞ്ഞിട്ട് എടുത്തോളാം. അല്ല, ഞാൻ തന്നെ ഒഴിച്ചു തരാം. ഐസ്? എനിക്ക് ഐസ് വേണ്ട. ഇയാൾക്ക് ചേട്ടനോ? വേണ്ട. വേണം. വെള്ളം ഒഴിക്കാമല്ലോ അല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ വരും. ഹലോ സർ, ഗുഡ് ഈവനിങ്. സർ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. സർ, ഞാൻ വിവേകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഹാൻഡ് റൈറ്റിലാണ്. ഓ, ഇന്നോ? അത് ശരിയാക്കി എടുത്തു. ചേട്ടന്മാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ്. ചേട്ടന്മാരെ cheers. നമ്മൾ കിരിച്ചാനും ക്ലീസാനും കണ്ടിട്ട് 2 ദിവസമായാലും തമ്മിണ. ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായ നാളെ രാവിലെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്താ അവരെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരെ കാണാല്ലാണ്ടായപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. കല്യാണം ഉറപ്പിച്ചാ? അല്ലടാ, ഞാനിതൊക്കെ കൊത്തിയരിഞ്ഞിട്ട് സൂപ്പ് വെച്ച് കുടിക്കാൻ പോവാ. നിനക്ക് വേണോ? വൃത്തിയാട്ടോ അവനെ ആൾക്കാരൊക്കെ വല്ല കണ്ണി കണ്ടതും പറയട്ടെ. അവര് രക്ഷപ്പെട്ട നമ്മള് രക്ഷപ്പെട്ടില്ല തമ്പിയണ. അതാ ഞാനും പറയണേ. പിന്നെ സുതേച്ചി എന്ന് വർക്ക്ഷോപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം ഞെട്ടിയത് ഞാനാ. ഞാൻ പിന്നെ അത് പുറത്ത് കാണിച്ചില്ലെന്നുള്ളൂ. സുതേച്ചി വർക്ക്ഷോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഏത് നിമിഷം വരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ മരിച്ച വീട് എവിടെയാ? എന്ത് മരിച്ച വീട്? വീട് മരിക്കേ? എടോ, മരണം നടന്ന വീട്. മരണം നടക്ക്. ഒന്ന് പോടും. തമ്പിണയും കൂടെ വന്നേ. മരിച്ച ആദ്യത്തെ കള്ളും കുടിച്ചിങ്ങനെ വരും വീട്ടിൽ നിന്നാ. എന്ത്? എന്താ മച്ചി? നോക്കട്ടോ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ കേസൊക്കെ ഓക്കെ ആവും. ഓക്കെ മച്ചി ട്ടാ, വെച്ചോ ട്ടാ. ഓക്കെ. എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് തമ്മിണ. പ്രൈസ് നമ്മുടെ ഗോൾഡിന്റെ കേസൊക്കെ ഓക്കെ. അതൊക്കെ ഞാൻ ക്ലീറ്റസിനോട് പറയാം. ഉറപ്പ്? എന്നാ എന്റെ വക തമ്പിണൊരു പൈന്റ്. എന്നാ നീ പറഞ്ഞ പൈനട് വാങ്ങിക്കേ. കുടിക്കാനുള്ള കൊതി അപ്പൊ വരും. എന്തെങ്കിലും ആവട്ടെ, വാങ്ങിത്തരാൻ എന്റെ തമ്പിക്കുടിയോ. ഓ, ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ. എന്തൊരു ആലോചന. ഒരു ബിസിനസ് തുടങ്ങിയാലോ? പറ്റിയ സമയം. ഞാൻ ബിസിനസ് ചെയ്ത് ഇത് മതിയായി.
ഞാൻ ഒരുപാട് ബിസിനസ് തുടങ്ങി, അതെല്ലാം പൊളിഞ്ഞു. ഇത് ഞാനോ താനോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്? ഓക്കെ, തനിക്ക് 15 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസും കൂടെ നോക്കിയേ. മനീഷ അല്ലേ അത്? ശ്രീകുമാർ സാറിൻ്റെ മോളും ഉണ്ടല്ലോ കൂടെ. അവളല്ല അല്ലേ? അല്ല, ആ കുട്ടി അപ്പം കുട്ടി തന്നെ അല്ലത്? വണ്ടി എടുക്ക. സാറിന്റെ മോളുടെ മുടി ഇങ്ങനെയല്ല. അത് ഫാഷൻ അനുസരിച്ച് ഓരോന്ന് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. പറയാൻ പറ്റില്ല, ഫാഷനല്ലേ. ഏയ്, ഇത് ശ്രീകുമാർ സാറിൻ്റെ മോളൊന്നുമല്ല കേട്ടോ. പാതിരാത്രി ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഫ്ലാറ്റിനകത്തേക്ക് കയറി പോകുന്നത് എന്തിനായിരിക്കും? ഏയ്, അതിനായി ഇരിക്കും. എടോ, ഫ്രോഡാട്ടാ. ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. തവണ്ട എടുത്ത് അതെ, ബാങ്ക്. എവിടെയാണ് ക്ലീറ്റസ് ഇത്? 8 മാസമായ ബാങ്കിൻ്റെ ലോണിൻ്റെ കുടിശ്ശിക. അറിയാം സർ. ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ്. ഞാനധികം വൈകാതെ അടയ്ക്കാം. ക്ലീറ്റസേ, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക, ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എടോ, താനൊരു കാര്യം ചെയ്യും, 4-5 മാസത്തെങ്കിലും അടയ്ക്കാൻ നോക്കും. ബാക്കി നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ? നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് കാര്യത്തിന്? നഷ്ടമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാറേ, ഞാൻ സാറിൻ്റെ ജീവിത വിജയത്തിന് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഗുഡ്. എന്താ പേര്? എൻ്റെ പേര് മധുസൂദൻ. പറയൂ മിസ്റ്റർ മധുസൂദൻ. സാർ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് സാമ്പത്തികവാദികളെ കൂടിയിട്ടേ. എനിക്കിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രശ്നമുണ്ട്. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ എനിക്ക് ഓഫർ സ്വീകരിച്ച് എൻ്റെ ലയബിലിറ്റീസ് ഒക്കെ തീർക്കാം, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ധൈര്യമായിരിക്കൂ. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട യാതൊരു കാര്യവുമില്ല. ബ്രീത്ത് വിട്ടോട്ടെ സാർ. വിട്ടോ. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലയബിലിറ്റീസ് തീർക്കൂ. അതാണ് ചെയ്യേണ്ടത്. തിങ്ക് പോസിറ്റീവ്. ചായ ഇന്നും കട്ടൻ. ജീവിതം അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പട്ടെ. ഹലോ,
മിസ്റ്റർ മധുസൂദൻ മനസ്സിലാവുന്നുണ്ടോ? ഓ മനസ്സിലാവുന്നുണ്ട് സർ. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. വന്ന അവസരങ്ങളോട് യെസ് പറയുക. യെസ് യെസ് സർ. പിന്നെ മിസ്റ്റർ മധുസൂദൻ, നിങ്ങൾ പിടിച്ചു പറിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും അല്ലല്ലോ പോകുന്നത്. ഇല്ല സർ, ഒരിക്കലും ഇല്ല. അയ്യോ. എനിവേ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ അഡ്വാൻസ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. തീർച്ചയായും പങ്കെടുക്കണം. പങ്കെടുക്കാം സർ. താങ്ക് യു താങ്ക് യു സർ. ഓക്കെ.